അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ സ്മാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. മുൻ വർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ച കേരളത്തിലെ ഏറ്റവും മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 100K സ്പെഷ്യൽ ഓഫറായ 20% ഡിസ്കൗണ്ട് ഉൾപ്പെടെ വെറും 3999 എന്ന നിസ്സാരമായ പ്രൈസിൽ. ഹായ് എവരിവൺ, നമ്മൾ ഇന്ന് എഞ്ചിനീയറിംഗ് മാത്തമെറ്റിക്സിലെ ലീനിയർ ഓൾജിബ്ര എന്ന പോർഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് മെട്രിക്സ് എന്ന് നോക്കാം. മെട്രിക്സ് എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് MN എലമെൻസിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കും. M നമ്പർ ഓഫ് റോസും കാണും, N നമ്പർ ഓഫ് കോളംസും കാണും. അപ്പോൾ ഒരു കളക്ഷൻ ഓഫ് MN എലമെൻറ്റ്സ് അറേഞ്ച്ഡ് ഇൻ M റോസ് ആൻഡ് N കോളംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു മെട്രിക്സിനെ ഡിനോട്ട് ചെയ്തത് ക്യാപിറ്റൽ ലെറ്റർ A എന്നൊരു സിമ്പൽ വെച്ചിട്ടാണ്. അപ്പോൾ കുറേ എലമെൻറ്റ്സ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. A11, A12 എക്സെട്ര, ദെൻ A21, A22 എക്സെട്ര, ആഫ്റ്റർ ദാറ്റ് AI1, AI2 എക്സെട്ര, ദെൻ AM1, AM2 എക്സെട്ര. അതായത് ഇവിടെ എന്താണ്, ഈ ഒരു പർട്ടിക്കുലർ മെട്രിക്സിന് M നമ്പർ ഓഫ് റോസും ഉണ്ട്, N നമ്പർ ഓഫ് കോളംസും ഉണ്ട്. അപ്പോൾ റോസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഹൊറിസോണ്ടലി ഉള്ള എലമെൻസിനെയാണ് നമ്മൾ എന്താണ്, ഹൊറിസോണ്ടലിയാണ് നമ്മൾ റോസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ആൻഡ് വെർട്ടിക്കലിയാണ് നമ്മൾ കോളംസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, ഹൊറിസോണ്ടലി നമ്മൾ എടുക്കുമ്പോൾ എത്ര റോസ് ഉണ്ട്, A11 സ്റ്റാർട്ട് ചെയ്ത് ഏത് വരെയാണുള്ളത്, AM1, AM2 അങ്ങനെയാണ് നമ്മുടെ ലാസ്റ്റ് റോ വരുന്നത്. അപ്പോൾ M നമ്പർ ഓഫ് റോസും ഉണ്ട്. ഇനി നമ്മൾ വെർട്ടിക്കലി വേണം കോളംസ് എടുക്കാം. വെർട്ടിക്കലി കോളംസ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ വെർട്ടിക്കലി കോളംസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ മെട്രിക്സിന് എത്ര കോളംസ് ഉണ്ട്, N നമ്പർ ഓഫ് കോളംസ്. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടലി റോസ് കൺസിഡർ ചെയ്തു. ഇനി വെർട്ടിക്കലി എടുക്കുന്നതാണ് ഈ ഒരു മെട്രിക്സിൻ്റെ എന്താണ്, കോളംസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ ഈ മെട്രിക്സിൻ്റെ ഓരോ എലമെൻസിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്, A11, A12 എക്സെട്ര അപ് ടു A1N അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജനറലി ഒരു മെട്രിക്സ് എനെ ഈ ഒരു രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. മെട്രിക്സ് A ഈക്വൽ ടു AIJ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ഈ ഐയുടെ വാല്യൂസ് മാറുമ്പോഴല്ലേ ഈ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് വന്നത്. ഐയുടെ വാല്യൂ 1 ആവുന്ന സമയത്ത്, ജെയുടെ വാല്യൂ 1 ആവുന്ന സമയത്ത് എലമെൻറ്റ് എന്താണ്, A11, ദെൻ A12 അങ്ങനെ പോകും. അപ്പം നമുക്ക് ഇതിനെ സിംപ്ലിഫൈഡ് ആയിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, A ഈക്വൽ ടു AIJ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ I സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് റോസിനെയും J സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് കോളംസിനെയാണ്. അപ്പോൾ ഇവിടെ A11 എന്ന് പറയുന്ന എലമെൻറ്റ് എന്താണ്, ആദ്യത്തെ 1 സൂചിപ്പിക്കുന്ന എന്താണ്, റോയിനെയാണ്. രണ്ടാമത്തെ 1 സൂചിപ്പിക്കുന്ന കോളത്തിനെയാണ്. അപ്പോൾ A11 എന്ന് പറയുമ്പോൾ എന്താണ്, ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിലുള്ള എലമെൻ്റാണ് A11 എന്ന് പറയുന്നത്. ഇനി അടുത്ത് A12 എന്ന് പറയുമ്പോൾ എന്താണ്, ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളത്തിലുള്ള എലമെൻറ്റിനെയാണ് A12 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത നോക്കിക്ക് A21 എന്ന് പറയുമ്പോൾ എന്താണ്, സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളത്തിലുള്ള എലമെൻ്റ് ആണ് A21. ദെൻ A22 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളത്തിലുള്ള എലമെൻറ്റിനെയാണ് നമ്മൾ A22 എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മളൊരു മെട്രിക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, കളക്ഷൻ ഓഫ് MN എലമെൻസിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഒരു മെട്രിക്സിനെ എങ്ങനെ ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു A ഈക്വൽ ടു എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡറാണ് MN എന്ന് പറയുന്നത്. ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ ഓർഡർ ചെയ്യുന്നതെന്ന് പറയുന്ന നമ്പർ ഓഫ് കോളംസ് ബൈ നമ്പർ ഓഫ് റോസ് ആണ് ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് M/N ആണ്. M/N എന്ന് പറയുമ്പോൾ എന്താണ് സൂചിപ്പിക്കുന്നത്, ഇവിടെ M എന്ന് പറയുന്നത് ഈ ഒരു മെട്രിക്സിന് M നമ്പർ ഓഫ് റോസും N നമ്പർ ഓഫ് കോളംസും ആണ് ഉള്ളത്. ഇനി അടുത്തത്
ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന സ്പെഷ്യൽ മെട്രിക്സസ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ മെട്രിക്സിന് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റോ ആൻഡ് കോളം മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സിനെ നമ്മൾ റോ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ ആ ഒരു മെട്രിക്സിൽ ഒരൊറ്റ റോ മാത്രമേ കാണുള്ളൂ. ഒരു മെട്രിക്സിൽ ഒരൊറ്റ റോയും എനി നമ്പർ ഓഫ് കോളംസും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. 1 3 4 5. അപ്പോൾ ഇതൊരു മെട്രിക്സ് ആണ്. ഈ ഒരു മെട്രിക്സിന് എത്ര റോസ് ഉണ്ട്? ഒരു റോ ഉണ്ട്. ഹൊറിസോണ്ടലി എടുക്കുന്നതാണ് റോ. ഇനി കോളംസ് നോക്കിക്കേ. കോളംസ് നോക്കുന്ന സമയത്ത് എത്ര കോളംസ് അതിനുള്ളത്? 1 2 3 4. അപ്പം ഒരു റോയും 4 കോളവും ഉണ്ട്. അപ്പോൾ ഒരു മെട്രിക്സ് റോ മെട്രിക്സ് ആണെങ്കിൽ ആ ഒരു മെട്രിക്സിന് ഒരു സിംഗിൾ റോയും കാണണം. എനി നമ്പർ ഓഫ് കോളവും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മെട്രിക്സിനെ നമുക്ക് റോ മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ എടുക്കുന്ന സമയത്ത് അതായത് അതിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 1 3 4 5 ആണ്. ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ നമ്മൾ എങ്ങനെ എഴുതും? ഓർഡർ എഴുതുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പർട്ടിക്കുലർ മെട്രിക്സിൻ്റെ ഓർഡർ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ മെട്രിക്സ് 1 3 4 5ൻ്റെ ഓർഡർ എന്താണ്? 1/4 ആണ്. അതായത് ഒരു റോയും ഉണ്ട്, 4 നമ്പർ ഓഫ് കോളും ഉണ്ട്. അപ്പോൾ ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ 1/4 എന്നാണ് നമ്മൾ വായിക്കുന്നത്. 1/4 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈ ഒരു മെട്രിക്സിന് ഒരു റോയും 4 നമ്പർ ഓഫ് കോളംസും ആണ് ഉള്ളത്. ഇനി അടുത്തത് എന്താണ് കോളം മെട്രിക്സ് എന്ന് നോക്കാം. കോളം മെട്രിക്സ് എന്ന് പറയുമ്പം ഒരു മെട്രിക്സിന് ഒരൊറ്റ കോളവും എനി നമ്പർ ഓഫ് റോസും ഉണ്ടെങ്കിൽ ആ ഒരു മെട്രിക്സിനെ നമുക്ക് കോളം മെട്രിക്സ് എന്ന് പറയാം. അപ്പം നമ്മൾ ഈ ഒരു മെട്രിക്സ് എടുക്കുന്ന സമയത്ത് ഈ മെട്രിക്സിന് എത്ര റോയാണ് ഉള്ളത്? 3 റോയും ഉണ്ട്, ഒരു കോളും ഉണ്ട്. അപ്പം 3 റോയും ഒരു കോളും 3 റോയാണ് ഉള്ളത്. 3 റോ. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ സ്മാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. മുൻ വർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ച കേരളത്തിലെ ഏറ്റവും മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ. ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 100K സ്പെഷ്യൽ ഓഫറായ 20% ഡിസ്കൗണ്ട് ഉൾപ്പെടെ വെറും 3999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. ഒരൊറ്റ കോളും ഉണ്ട്. അപ്പം നമുക്ക് അതിനെ പറയാൻ പറ്റും കോളം മെട്രിക്സ്. ഒരു 1 കോളും എനി നമ്പർ ഓഫ് റോസും ഉണ്ടെങ്കിൽ അതിനെ കോളം മെട്രിക്സ് എന്ന് പറയാം. ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എങ്ങനെ എഴുതാൻ പറ്റും? ഓർഡർ എന്ന് പറയുന്നത് 3/1 ആണ്. ഇവിടെ 3 റെപ്രസെൻറ്റ് ചെയ്യുന്ന അതിൻ്റെ നമ്പർ ഓഫ് റോസിനെയും 1 റെപ്രസെൻറ്റ് ചെയ്യുന്ന കോളത്തിനെയാണ്. അപ്പോൾ 3/1 എന്ന് പറയുമ്പോൾ ഈ ഒരു മെട്രിക്സിന് 3 റോയും ഒരു കോളവും ഉണ്ട്. അത്തരത്തിലൊരു മെട്രിക്സ് എന്ന് പറയുന്നത് കോളം മെട്രിക്സ് ആണ്. എ മെട്രിക്സ് ഹാവിങ് സിംഗിൾ കോളം ഈസ് കോൾഡ് കോളം മെട്രിക്സ്. റോ എത്ര വേണമെങ്കിലും ആവാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ക്വയർ മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പം ഒരു മെട്രിക്സിന് നമ്മൾ കോമൺ ആയിട്ട് ജനറലൈസ്ഡ് ആയിട്ട് നമ്മളൊരു മെട്രിക്സ് പറഞ്ഞപ്പോൾ അതിൻ്റെ ഓർഡർ m/n എന്നാണ് പറഞ്ഞത്. m സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് റോസും n സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്. ഒരു ഗിവൺ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആവണമെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആയിരിക്കണം. അതായത് m = n ആയിരിക്കണം. m എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് ആൻഡ് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്. അപ്പോൾ m = n വരെയാണെങ്കിൽ ആ ഒരു മെട്രിക്സിനെ നമുക്ക് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം. സ്ക്വയർ മെട്രിക്സിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് n റോഡ് സ്ക്വയർ മെട്രിക്സ് എന്നും പറയാം. ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് മെട്രിക്സിലെ ഓരോ എലമെൻസിനെ എന്താണ് AIJ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ ജിയുടെ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കും. 1 1 വരാം, 1 2 വരാം, 1 3 വരാം. നമ്മൾ ജനറൽ മെട്രിക്സ് റെപ്രസെൻറ്റേഷനിൽ കാണിച്ചായിരുന്നു. അപ്പോൾ ഒരു എലമെൻറ്റ്സ് മെട്രിക്സിലെ എലമെൻസിനെ നമ്മൾ AIJ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അതിൽ I = J വന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? A11 A22 A33 അങ്ങനെ പോകുന്ന എലമെൻറ്റ്സ് കിട്ടും. അത്തരം എലമെൻസിനെയാണ് നമ്മൾ ഡയഗണൽ
എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഇതൊരു മെട്രിക്സ് ആണ്, 3x3 മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിലെ ആദ്യത്തെ എലമെൻറ്റ് 2 എന്ന് പറയുന്നത് A11 ആണ്. ഈ ഒരു 3x3 മെട്രിക്സിനെ നമ്മൾ ജനറലൈസ്ഡ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു നമുക്കൊരു മെട്രിക്സ്, ഒരു 3x3 ഓർഡറിലുള്ള മെട്രിക്സിനെ ജനറലൈസ്ഡ് വേർഷനിൽ നമുക്ക് എങ്ങനെ എഴുതാം? A11, A12, A13, ദെൻ A21, A22, A23 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. A31, A32, A33. ഇതാണ് ഒരു മെട്രിക്സിൻ്റെ, ഒരു 3x3 ഓർഡറിലുള്ള മെട്രിക്സിൻ്റെ ജനറൽ ഫോം ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? ഓർഡർ എന്ന് പറയുന്നത് 3x3 ആണ്. 3 റോയുണ്ട്, 3 കോളം ഉണ്ട്. അപ്പോൾ ഈ ഒരു മെട്രിക്സിന് സിമിലർ ആയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത്. ഇതും 3x3 മെട്രിക്സ് ആണ്. ഇതിൽ 2 എന്ന് പറയുന്നത് എന്താണ്? A11 ആണ്. അതായത് ഫസ്റ്റ് റോയിൽ A11 എന്ന് പറയുന്നത് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ആദ്യമേ പറഞ്ഞു. A11 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിലുള്ള എലമെൻ്റ് ആണ് A11. ദെൻ A12 എന്ന് പറയുന്ന ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളത്തിലുള്ള എലമെൻ്റ് ആണ്. അതായത് ആദ്യത്തെ AIJയിൽ I സൂചിപ്പിക്കുന്ന റോയിനെ J സൂചിപ്പിക്കുന്ന കോളത്തിനെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുമ്പം A11, A22, A33, അതായത് I = J വരുന്ന എലമെൻറ്റ്സിനെയാണ് ഒരു മെട്രിക്സിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മെട്രിക്സ് എടുക്കുന്ന സമയത്ത് ഈ A11, A22, A33 വരുന്ന ഈ എലമെൻറ്റ്സിനെയാണ് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയാം. ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? 2, 4 and 7 ആണ് ഈ ഒരു എക്സാമ്പിളിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ആ മെട്രിക്സിൻ്റെ AIJ ആണ് നമ്മൾ എലമെൻറ്റ്സിനെ സൂചിപ്പിക്കുന്നത്. അതിൽ I = J വരുന്ന എലമെൻറ്റ്സ്, അതായത് A11, A22, A33 വരുന്ന എലമെൻറ്റ്സിനെയാണ് നമ്മൾ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഡയഗണൽ എലമെൻറ്റ്സ് അല്ലാതെ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ടല്ലോ. ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ 2, 4, 7 ആണ് ഡയഗണൽ എലമെൻറ്റ്സ്. അതല്ലാതെ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്, 0, 0, 0, ദെൻ 0, 0, 0. അപ്പോൾ ഈ ഡയഗണൽ എലമെൻറ്റ്സ് അല്ലാത്ത എലമെൻറ്റ്സിനെ പറയുന്ന പേരാണ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, നമ്മളിവിടെ നോക്കിയത് എന്താണ് സ്ക്വയർ മെട്രിക്സ് എന്ന് നോക്കി. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെട്രിക്സ് പഠിച്ച സമയത്ത് നമ്മൾ റോ മെട്രിക്സ് എന്താണെന്ന് നോക്കി, കോളം മെട്രിക്സ് എന്താണെന്ന് നോക്കി. ആഫ്റ്റർ ദാറ്റ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് പഠിച്ചു. സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആണെങ്കിൽ നമുക്കതിനെ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ ഒരു മെട്രിക്സിനെ AIJ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ I = J വന്നു കഴിഞ്ഞാൽ ആ എലമെൻറ്റ്സിനെ നമ്മൾ ഒരു സ്ക്വയർ മെട്രിക്സിൽ ആ ഒരു എലമെൻറ്റ്സിനെ നമ്മൾ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയും. I ≠ J വരുന്ന എലമെൻറ്റ്സിനെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്? ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്നും പറയും. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈപ്പാണ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആകണമെങ്കിൽ അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? നമ്പർ ഓഫ് റോസ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്, ദാറ്റ് ഈസ് M = N. നമ്മളൊരു മെട്രിക്സിൻ്റെ ഓർഡർ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്ന, ജനറലൈസ് ചെയ്യുന്ന എന്താണ്? M/N വെച്ചിട്ടാണ്. M റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് റോസും N റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് കോളംസുമാണ്. ഇപ്പം നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് വരെയാണെങ്കിൽ ആ ഒരു മെട്രിക്സിനെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാൻ പറ്റും. ഇനി ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. കൂടാതെ ആ മെട്രിക്സിൻ്റെ ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കണം. അതായത് ഡയഗണലി അല്ലാത്ത എല്ലാ എലമെൻറ്റും 0 ആയിരിക്കണം. ഡയഗണൽ എലമെൻറ്റിന് ആയിട്ട് 0യോ നോൺ 0 എലമെൻറ്റ് വന്നാലും കുഴപ്പമില്ല. ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കണം. ഡയഗണലി മാത്രമേ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കാവൂ. അത്തരം മെട്രിക്സിനെയാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ? ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതിൻ്റെ എല്ലാ ഓഫ് ഡയഗണൽ എലമെൻറ്റ്സും 0 ആയിരിക്കണം. ഡയഗണൽ അല്ലാത്ത എല്ലാ എലമെൻറ്റ്സും 0 ആയിരിക്കണം. ബാക്കി ഡയഗണലി മാത്രമേ എലമെൻറ്റ്സ് ഉണ്ടാവാൻ പാടുള്ളൂ. അത്തരം മെട്രിക്സിനെയാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? AIJ എടുക്കുകയാണെങ്കിൽ I = J ആണ്. അപ്പോൾ ഇവിടെ
A11 വാല്യൂ ഉണ്ട്, ദെൻ A22 4, A33 7. അതായത് ഡയഗണലി വാല്യൂസ് ഉണ്ട്, ഡയഗണൽ അല്ലാതെ നോക്കിക്കേ ബാക്കി എല്ലാ എലമെൻറ്റും 0 ആണ്. അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ ഡയഗണൽ മെട്രിക്സ് വരച്ച് കാണിക്കുകയാണെങ്കിൽ ഡയഗണൽ മെട്രിക്സ് എങ്ങനെയാണ് വരുന്നത്? ഈ 2, 4, ഈ 7 എന്ന് പറയുന്നതാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കെയിലാർ മെട്രിക്സ് ആണ്. ഒരു സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്കെയിലാർ മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സിൻ്റെ സബ് കാറ്റഗറിയാണ്. സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു ഡയഗണൽ മെട്രിക്സ് തന്നെയായിരിക്കും. അതായത് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും, ഡയഗണലി മാത്രമേ എലമെൻറ്റ്സ് ഉണ്ടാവത്തുള്ളൂ, ഓഫ് ഡയഗണൽ എലമെൻ്റ് എല്ലാം 0 ആയിരിക്കും. അതാണ് ഡയഗണൽ മെട്രിക്സിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അത് ഡയഗണൽ മെട്രിക്സും ആയിരിക്കും, കൂടാതെ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം, A00 0A0 00A. ഇവിടെ നോക്കിക്കേ നമ്മുടെ ഡയഗണൽ എലമെൻറ്റ്സ്, ഈ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് മാർക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതാണ് ഡയഗണൽ മെട്രിക്സ്, ഡയഗണലിലുള്ള എലമെൻറ്റ്സ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. കാരണം എന്താണ്? ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ, ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ വരുന്നത് 3/3 ആണ്. അതായത് ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇനി ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്, ഡയഗണൽ അല്ലാതെ ബാക്കിയുള്ള എലമെൻറ്റ്സ് ഒക്കെ 0 ആണ്. അപ്പോൾ ഈ ഒരു സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആണെന്ന് പറയാം. കൂടാതെ ഈ ഡയഗണലിലുള്ള എല്ലാ എലമെൻറ്റ്സും ഈക്വൽ ആണ്. ഇപ്പോൾ ഡയഗണലിലുള്ള എല്ലാ എലമെൻറ്റ്സും ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് ആ ഡയഗണൽ മെട്രിക്സിനെ എന്തെന്ന് പറയാം? സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയാം. നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 0 0, then 0 2 0, ആഫ്റ്റർ ദാറ്റ് 0 0 2. ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താണ്? ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. കാരണം ഡയഗണലി മാത്രമേ എലമെൻറ്റ്സ് ഉള്ളൂ. ഇതൊരു സ്ക്വയർ മെട്രിക്സും ആണ്. ഡയഗണൽ അല്ലാത്ത ബാക്കി എല്ലാം 0 ആണ്. കൂടാതെ ഡയഗണലിലുള്ള എല്ലാ എലമെൻറ്റ്സും ഈക്വലും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെട്രിക്സിനെ നമുക്ക് സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയാം. ഇനി അടുത്തത് പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ടത്, എല്ലാ സ്കെയിലാർ മെട്രിക്സും എന്താണ്? എല്ലാ സ്കെയിലാർ മെട്രിക്സും ഡയഗണൽ മെട്രിക്സ് ആണ്, അല്ലേ? എല്ലാ സ്കെയിലാർ മെട്രിക്സും ഡയഗണൽ മെട്രിക്സ് ആണ്. പക്ഷേ എല്ലാ ഡയഗണൽ മെട്രിക്സിനെയും നമുക്ക് സ്കെയിലാർ എന്ന് പറയാൻ പറ്റുമോ? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്താണ്? ഡയഗണലി മാത്രമേ എലമെൻറ്റ്സ് ഉണ്ടാക്കുക, ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കുക. അപ്പോൾ ഡയഗണലി എലമെൻറ്റ്സ് ഉണ്ടാകണമെന്നേ ഉള്ളൂ, ആ എലമെൻറ്റ്സ് ഈക്വൽ ആവണമെന്നില്ല. ഈക്വൽ ആവുകയാണെങ്കിൽ അത് സ്കെയിലാർ മെട്രിക്സ് ആണ്. അപ്പോൾ എല്ലാ സ്കെയിലാർ മെട്രിക്സും ഡയഗണൽ മെട്രിക്സ് ആണ്, പക്ഷേ എല്ലാ ഡയഗണൽ മെട്രിക്സും സ്കെയിലാർ ആവണമെന്നില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുമ്പം ഇപ്പം നമ്മളൊരു സ്ക്വയർ മെട്രിക്സ്, ഈ യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്ന മെട്രിക്സും ഏതിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്? ഡയഗണൽ മെട്രിക്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം ഇതെന്ന് പറയുന്നത് യൂണിറ്റ് മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് എന്തായിരിക്കും? 1 ആയിരിക്കും. നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും. അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് നമ്മൾ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾ എങ്ങനെ വരും? ഇപ്പോൾ 1 0 0 0 1 0, ദെൻ 0 0 1. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. കാരണം എന്താണ്? ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3/3 ആണ്. ഇതിൻ്റെ ഓർഡർ 3/3 ആണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് റോസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആണ്. റോസ് 3 എണ്ണം ഉണ്ട്, കോളംസ് 3 എണ്ണം ഉണ്ട്. ഇനി നമ്മളിത് നോക്കുമ്പോൾ ഡയഗണലി മാത്രമേ എലമെൻറ്റ്സ് ഉള്ളൂ. അപ്പം നമുക്കിത് എന്ത് പറയാൻ പറ്റും? ഇതൊരു ഡയഗണൽ മെട്രിക്സ് കൂടിയാണ്. ഇനി നോക്കിക്കേ, ഡയഗണലിലുള്ള എലമെൻറ്റ്സ് എല്ലാം 1 ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു യൂണിറ്റ് മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു മെട്രിക്സ് എയിനെ AIJ എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ അത് യൂണിറ്റ് മെട്രിക്സ് ആവണമെങ്കിൽ എന്തായിരിക്കണം? AIJയുടെ വാല്യൂ 1 ആയിരിക്കും. പ്രൊവൈഡഡ് കണ്ടീഷൻ ഉണ്ട്, I = J ആകുന്ന കേസിൽ, അതായത് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം = 1 ആയിരിക്കണം. ബാക്കി എല്ലായിടത്തും 0 ആണെങ്കിൽ ആ ഒരു മെട്രിക്സിനെ നമുക്ക് യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയാൻ സാധിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത മെട്രിക്സ് എന്ന് പറയുന്നത് നൾ മെട്രിക്സ് ആണ്. ഒരു m/n മെട്രിക്സിനെ നമ്മൾ നൾ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ ആ മെട്രിക്സിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും 0 ആണെങ്കിൽ ആ ഒരു മെട്രിക്സിനെ നൾ മെട്രിക്സ് എന്ന് പറയാം. അപ്പം നൾ മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന O അല്ലെങ്കിൽ 0 എന്ന സിമ്പൽ വെച്ചിട്ടാണ് നൾ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത്.
അപ്പം നമുക്ക് നോക്കാം. അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നൾ മെട്രിക്സ് എന്ന് പറയുന്നത്, പിന്നെ നൾ മെട്രിക്സിൽ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം കൂട്ടുണ്ട്. നൾ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആകണമെന്നില്ല, അതായത് അതിൻ്റെ ഓർഡർ സെയിം ആവണമെന്നില്ല. ഇപ്പോൾ ഓർഡർ സെയിം m=n വരെയാണ്, അതായത് നമ്പർ ഓഫ് റോസ് = നമ്പർ ഓഫ് കോളംസ് ആണെങ്കിൽ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം. ഇനി നമ്പർ ഓഫ് റോസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആണെങ്കിൽ അത് റെക്ടാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പം നൾ മെട്രിക്സ് എന്ന് പറയുന്നത് എപ്പോഴും സ്ക്വയർ ആകണമെന്നില്ല. അപ്പം നമ്മളൊരു നൾ മെട്രിക്സിന് O അല്ലെങ്കിൽ 0 എന്നുള്ള നൊട്ടേഷൻ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു 3x3 മെട്രിക്സ് ചെയ്തു. 3x3 മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, 3 റോയും ഉണ്ട്. ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ നോക്കിക്കേ, 3 റോയുണ്ട്, 3 കോളവും ഉണ്ട്, എല്ലാ എലമെൻറ്റും 0 ആണ്. അതുകൊണ്ട് ഇതൊരു നൾ മെട്രിക്സ് ആണ്. അടുത്ത വേറൊരു 2x2 മെട്രിക്സ് എടുത്തു, അതിൻ്റെ എല്ലാ എലമെൻറ്റ്സും 0 ആണ്, അതൊരു നൾ മെട്രിക്സ് ആണ്. ഇനി അടുത്ത ഞാനൊരു മെട്രിക്സ് എടുത്തു. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താ, 2x1 ആണ്, അതായത് 2 റോയും 1 കോളവും ഉള്ളൂ അല്ലേ, 2 റോയും ഉണ്ട് 1 കോളവും ഉണ്ട്. അപ്പോൾ ഇതൊരു സ്ക്വയർ മെട്രിക്സ് അല്ല, ഇതൊരു റെക്ടാങ്കുലർ മെട്രിക്സ് ആണ്. പക്ഷേ ഇതിൻ്റെ എല്ലാ എലമെൻറ്റും 0 ആണ്. അപ്പോൾ ഇതൊരു നൾ മെട്രിക്സ് ആണ്. നൾ മെട്രിക്സ് സ്ക്വയർ ആകണമെന്ന് ഇല്ല. ഇനി അടുത്തത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ള കണ്ടീഷൻ എന്താണ്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. ദാറ്റ് മീൻസ് m ഷുഡ് ബി ഈക്വൽ ടു n, ദാറ്റ് ഈസ് നമ്പർ ഓഫ് റോസ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. ഇനി എന്താണ്, അതിൻ്റെ ലോവർ ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്, അതായത് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എടുക്കുക, അതിൻ്റെ താഴെയുള്ള എല്ലാ എലമെൻറ്റ്സ് 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാം. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷൻ ക്യാപിറ്റൽ ലെറ്റർ U ആണ്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അപ്പം 3 5 -1 0 5 6 0 0 2. അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് 2 5 3, അതായത് 3 5 2. ഈ ഡയഗണൽ എലമെൻറ്റ്സ് നമ്മൾ എങ്ങനെ എടുക്കണം, ഡയഗണൽ എലമെൻറ്റ്സ് ഇപ്പോൾ ഒരു മെട്രിക്സ് A = നമ്മൾ AIJ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ I = J ആയിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും, അതായത് നമ്മൾ I = J വരുന്ന എല്ലാ എലമെൻറ്റ്സും, ദാറ്റ് ഈസ് A11 A22 A33 അത്തരത്തിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒരു 3x3 മെട്രിക്സിനെ നമ്മൾ ജനറലി എങ്ങനെയാണ് കാണിക്കുന്നത്, A11 A12 A13 ദെൻ A21 A22 A23 ദെൻ A31 A32 A33. ഇതാണ് ജനറൽ റെപ്രസെൻറ്റേഷൻ. അതായത് A11 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്, ദെൻ A12 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്. അപ്പോൾ ഇതിൽ ഐയും ജെയും ഈക്വൽ ആയിട്ടുള്ള എലമെൻറ്റ്സിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെട്രിക്സ് അപ്പർ ട്രയാങ്കുലർ ആവണമെങ്കിൽ പ്രിൻസിപ്പൽ ഡയഗണലിന് താഴെയുള്ള എല്ലാ എലമെൻറ്റ്സും 0 ആയിരിക്കണം. അതായത് A21 A31 A22ൻ്റെ വാല്യൂ 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇതാണ് പ്രിൻസിപ്പൽ ഡയഗണൽ, അതിൻ്റെ താഴെയുള്ള എല്ലാ എലമെൻറ്റ്സും 0 അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മെട്രിക്സിനെ എന്തെന്ന് പറയാം, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാൻ സാധിക്കും. ഇനി അടുത്തത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സിനെ നമ്മൾ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്പർ ഓഫ് റോസ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് കോളം ആയിരിക്കണം. ദെൻ നമ്മൾ അടുത്ത് കൺസിഡർ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്, ഡയഗണൽ എലമെൻറ്റ് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ് എടുക്കണം. അതിന് മുകളിലുള്ള എല്ലാ എലമെൻറ്റും 0, മുകളിലാണെങ്കിൽ അത് ലോവർ ട്രയാങ്കിൾ, താഴെയാണെങ്കിൽ അപ്പർ ട്രയാങ്കിൾ. അപ്പോൾ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ് എടുക്കുക, ആ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റിൻ്റെ മുകളിലുള്ള എല്ലാ എലമെൻറ്റ്സും 0 ആണെങ്കിൽ നമുക്കതിനെ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ, കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഈ ഒരു എക്സാമ്പിളിലെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, 1 0 0 -1 5 0 2 3 6. ഇനി ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് മാർക്ക് ചെയ്യുക. ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, 1 ഉണ്ട് 5 ഉണ്ട് 6 ഉണ്ട്. ഈ ഡയഗണലിൻ്റെ മുകളിലോട്ട് നോക്കിക്കേ, ഡയഗണലിൻ്റെ മുകളിലുള്ള എല്ലാ എലമെൻറ്റും 0 അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ലോവർ ട്രയാങ്കുലർ മെട്രിസസ് എന്ന് പറയാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത്
പവർ മെട്രീസസ് ആണ്. പവർ മെട്രീസസിൽ 3 ടൈപ്പ് ഉണ്ട്. ഐഡൻ പൊട്ടൻറ്റ് മെട്രീസസ് ഉണ്ട്, ഇൻവോളണ്ടറി മെട്രീസസ് ഉണ്ട്, നിൽ പൊട്ടൻറ്റ് മെട്രീസസ് ഉണ്ട്. അപ്പം നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഐഡൻ പൊട്ടൻറ്റ് മെട്രിക്സസ്. ഐഡൻ പൊട്ടൻറ്റ് മെട്രിക്സസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മെട്രിക്സ് എ എന്ന് പറയുന്നത് ഐഡൻ പൊട്ടൻറ്റ് ആവണമെങ്കിൽ ആ മെട്രിക്സിൻ്റെ സ്ക്വയർ ഞാൻ എടുക്കുകയാണ്. എ സ്ക്വയറിൻ്റെ വാല്യൂ എന് ഈക്വൽ ആകുകയാണെങ്കിൽ അതിനെ എനിക്ക് ഐഡൻ പൊട്ടൻറ്റ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഒരു മെട്രിക്സ് ഐഡൻ പൊട്ടൻറ്റ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ? എ മെട്രിക്സ് എ ഈസ് കോൾഡ് ആസ് ഐഡൻ പൊട്ടൻറ്റ് മെട്രിക്സ് ഇഫ് എ സ്ക്വയർ ഈക്വൽ ടു എ ആയിരിക്കണം. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. 1 0 0 1 0 0 0, then 2 -2 -4 -1 3 4 1 -2 -3. ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾ, സം ഓഫ് ദി എക്സാമ്പിൾസ് ആണ്. അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അപ്പോൾ എ സ്ക്വയർ എന്ന് അറിയണമെങ്കിൽ എ സ്ക്വയർ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ എ എന്നൊരു മെട്രിക്സ് എൻ്റെ ഒരു മെട്രിക്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു മെട്രിക്സ്, എൻ്റെ എ എന്നൊരു മെട്രിക്സ്, എൻ്റെ മെട്രിക്സ് എന്ന് പറയുന്നത് 1 0 0 1 ആണ്. അപ്പം ഞാൻ ഈ മെട്രിക്സിനെ സ്ക്വയർ ചെയ്താൽ എനിക്ക് ഈ മെട്രിക്സ്, അതായത് എനിക്ക് ഈ മെട്രിക്സിനെ സ്ക്വയർ ചെയ്താലും അതിൻ്റെ ആൻസറും 1 0 0 1 ആയിരിക്കണം. അതായത് എ സ്ക്വയർ ഈക്വൽ ടു എ ആയിരിക്കണം. എങ്കിലേ നമുക്കിതിനെ ഐഡൻ പൊട്ടൻറ്റ് എന്ന് പറയാൻ പറ്റും. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ഇൻറ്റു എ, ദാറ്റ് ഈസ് ഈ കിട്ടിയ എനെ ഒന്നും കൂടെ നമുക്ക് അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ 1 0 0 1 എന്ന് വരും. ഇതിനെ എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഫസ്റ്റ് റോ എടുക്കുക. ഫസ്റ്റ് റോയും നമ്മുടെ സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളം, എന്നിട്ട് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ 1 × 1 + 0 × 0. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് എങ്ങനെ വരും? 1 + 0 എന്ന് വരും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് റോയും സെക്കൻഡ് കോളത്തിലുള്ള എലമെൻറ്റും എടുക്കുക. അപ്പോൾ ഫസ്റ്റ് റോ എന്ന് പറയുമ്പം 1 × 0, 1 × 0 = 0, 1ഉം 0ഉം, ദെൻ 0 × 1, 0 × 1 എന്താണ്? 0 ആണ്. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് 1 + 0, രണ്ടാമത്തെ എലമെൻറ്റ് 0 + 0. ഇനി അടുത്ത സെക്കൻഡ് റോയിലുള്ള എലമെൻറ്റ് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? സെക്കൻഡ് റോയും ഫസ്റ്റ് കോളത്തിലുള്ള എലമെൻറ്റ്സ്, ദാറ്റ് ഈസ് 0 × 1 0 ആണ്, പ്ലസ് 1 × 0 0. ഇനി അടുത്തത് സെക്കൻഡ് റോയും സെക്കൻഡ് കോളത്തിലുള്ള എലമെൻറ്റ്സ്, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? ആ ഒരു സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? 0 × 0 0 + 1 × 1 is 1. അപ്പോൾ എലമെൻറ്റ്സ് എന്താ വരുന്നത്? 1 0 0 1 എന്ന് വരും. അപ്പോൾ നമ്മുടെ എ എന്താണ്? അത് തന്നെയല്ലേ നമുക്ക് എ അതിൻ്റെ സ്ക്വയർ എടുത്തപ്പോഴും കിട്ടി. എ സ്ക്വയർ ചെയ്തപ്പോൾ എനിക്ക് എ തന്നെ കിട്ടിയില്ലേ? 1 0 0 1 തന്നെ കിട്ടിയില്ലേ? അപ്പോൾ അതിനെയാണ്, അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐഡൻ പൊട്ടൻറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് ഇൻവോളണ്ടറി മെട്രിക്സ് ആണ്. ഇൻവോളണ്ടറി മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മെട്രിക്സ് എ തന്നിട്ടുണ്ടായിരിക്കും. ആ മെട്രിക്സിനെ എനിക്ക് സ്ക്വയർ ചെയ്യുന്ന സമയത്ത്, അതായത് എ സ്ക്വയർ എടുക്കുന്ന സമയത്ത് എനിക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടണം. ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. സ്ക്വയർ മെട്രിക്സ് കൂടാതെ എന്തായിരിക്കണം? ഡയഗണൽ കൂടിയായിരിക്കണം. ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഡയഗണലി മാത്രം എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. ആ എലമെൻറ്റ് എല്ലാം ഈക്വൽ ടു 1 ആയിരിക്കണം. ബാക്കി ഓഫ് ഡയഗണൽ എലമെൻറ്റ് എല്ലാം ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പം എനിക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ടായിരിക്കും. ആ മെട്രിക്സിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എനിക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇൻവോളണ്ടറി മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 1 0 0 1 ഇൻവോളണ്ടറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 3 3 -1 0 -1 -4 -4 -3 തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്താണ്? ഇൻവോളണ്ടറി ആണോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യും? നമുക്ക് ആദ്യം ഈ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഇത് നമുക്ക് ഇൻവോളണ്ടറി ആണോ അല്ലേ എന്നൊന്ന് വെരിഫൈ ചെയ്യാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? അത് നമുക്ക് എലമെൻറ്റ്സ് എഴുതാം. എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 4 3 3, ദെൻ സെക്കൻഡ് റോയിൽ -1 0 -1, ദെൻ ആഫ്റ്റർ ദാറ്റ് -4 -4 -3. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് ആണ്. ഇത് ഇൻവോളണ്ടറി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻവോളണ്ടറി ആവണമെങ്കിൽ എന്താണ്? ഇതിൻ്റെ സ്ക്വയർ, എ സ്ക്വയർ എന്ന് പറയുമ്പോൾ a × a, ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? ആ എ തന്നെ, എ സ്ക്വയർ എടുക്കുമ്പോൾ എനിക്ക് i കിട്ടണം. എങ്കിലേ അത് ഇൻവോളണ്ടറി ആവുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ്? 4 3 3, ദെൻ -1 0 -1, ആഫ്റ്റർ ദാറ്റ് -4 -4 -3. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എ സ്ക്വയർ എടുക്കുക. അതായത് ഈ a × a ചെയ്യുമ്പോൾ എനിക്ക് a തന്നെ കിട്ടണം. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് റോയിലുള്ള എലമെൻറ്റും ഫസ്റ്റ് മെട്രിക്സിൻ്റെ ആദ്യത്തെ റോയും
സെക്കൻഡ് മെട്രിക്സിൻ്റെ ആദ്യത്തെ കോളവും എടുക്കണം. എന്നിട്ട് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. ഇവിടുത്തെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? 4 × 4. 4 × 4 എന്ന് പറയുമ്പോൾ എന്താണ്? 16 ആണ്. 4 × 4 is 16. 16 പ്ലസ് എന്താണ്? 3 × -1. 3 × -1 is -3. അത് കഴിഞ്ഞിട്ട് എന്താണ്? 3 × -4. 3 × -4 എന്ന് പറയുന്നത് -12 ആണ്. അപ്പോൾ 16 - 3 എന്ന് പറയുന്നത് 13 ആണ്. 13 - 12 1 എന്ന് കിട്ടും. അതുപോലെ ഞാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് റോയും സെക്കൻഡ് കോളത്തിലുള്ള എലമെൻറ്റുമായിട്ട് കറസ്പോണ്ടിങ് മൾട്ടിപ്ലൈ ആണ്. അതായത് 4 × 3 12. 12 + 0 - 12. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 - 12 ദാറ്റ് ഈസ് 0 എന്ന് കിട്ടും. അടുത്ത എലമെൻറ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോഴും 0 എന്ന് കിട്ടും. അതായത് ഫസ്റ്റ് റോയും തേർഡ് കോളവും ചെയ്യണം. അതുപോലെ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും ചെയ്യണം. സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും, സെക്കൻഡ് റോയും തേർഡ് കോളവും ചെയ്യണം. അപ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും? 0 1 0 എന്ന് കിട്ടും. പിന്നെ അടുത്ത തേർഡ് റോയും ഫസ്റ്റ് കോളവും ചെയ്യുമ്പോൾ 0 കിട്ടും. തേർഡ് റോയും സെക്കൻഡ് കോളവും ചെയ്യുമ്പോൾ 0 കിട്ടും. അടുത്ത് ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോൾ ഇതെന്താണ്? 1 0 0 0 1 0 0 0 1. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 1 0 0 0 1 0 0 0 1. അപ്പം നോക്കിക്കേ ഇവിടെ എങ്ങനെയാണ് വന്നത്? ഒരു ഇതെന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ എലമെൻറ്റ്സ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അത് ഡയഗണൽ മെട്രിക്സ് ഈക്വൽ ടു 1 വന്നാൽ അതെന്താണ്? ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയി. അപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ? A² = A വന്നു കഴിഞ്ഞാലാണ് അതൊരു ഇൻവോളണ്ടറി മെട്രിക്സ് ആവത്തുള്ളൂ. ഇനി അടുത്ത് നമ്മൾ നോക്കാനുള്ള നിൽ പൊട്ടൻ്റ് മെട്രിക്സ് ആണ്. നിൽ പൊട്ടൻ്റ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു മെട്രിക്സ് എ എന്ന് പറയുന്നത് നമ്മൾ നിൽ പൊട്ടൻ്റ് എന്ന് പറയണമെങ്കിൽ അതിനൊരു കണ്ടീഷനുണ്ട്. A⁻m എന്ന് പറയുന്നത് =0 ആണ്. ആൻഡ് A⁻m-1 എന്ന് പറയുന്നത് =0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെട്രിക്സിൻ്റെ സ്മോളസ്റ്റ് ഇൻഡെക്സ് A⁻m 0 ആണെങ്കിൽ അതിൻ്റെ സ്മോളസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് m ആയിരിക്കും. അപ്പോൾ അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അതെങ്ങനെ വരും നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു മെട്രിക്സ് എ, ആ മെട്രിക്സ് എ എന്ന് പറയുന്നത് =0 ആണ്. =0 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ മെട്രിക്സ് നൾ മെട്രിക്സ് അല്ല. അതായത് അതിന് സം വാല്യൂസ് ഉണ്ട്, കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ വാല്യൂ =0 ആണ്. അതുപോലെ ഞാൻ എഴുതി A² വാല്യൂ =0 എന്ന് എഴുതി. ദെൻ ഞാൻ A⁻3 വാല്യൂ എഴുതി, അതിൻ്റെ വാല്യൂ ഞാൻ =0 എന്ന് എഴുതി. ഞാൻ A⁻4 എഴുതി, അതിൻ്റെ വാല്യൂ =0 എഴുതി. ഇനി ഞാൻ എഴുതി A⁵ =0. അതായത് ഞാൻ A⁵ ചെയ്തപ്പം എനിക്കൊരു മൊത്തം എൻ്റെ എല്ലാ എലമെൻറ്റും 0 ആയി. അപ്പോൾ എനിക്ക് ഒരു 0 മെട്രിക്സ് കിട്ടി, ഒരു നൾ മെട്രിക്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ A⁵ 0 ആണെങ്കിൽ അതിൻ്റെ ശേഷം ബാക്കിയുള്ള എല്ലാം 0 ആയിരിക്കുമല്ലോ. A⁵ × A അല്ലേ A⁻6 എന്ന് പറയുന്നത്. 0 × എനിത്തിങ് എന്ന് പറയുന്നത് 0 അല്ലേ. ഇനി ഞാൻ A⁻7 എടുത്താലും A⁻8 എടുത്താലും A⁻9 എടുത്താലും താഴോട്ട് വരുന്ന എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മിനിമം പവർ എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. 5ന് ശേഷം എല്ലാം 0 ആണ്. അപ്പം നമുക്ക് പറയാൻ പറ്റും ഈ എ എന്ന് പറയുന്നത് ഒരു നിൽ പൊട്ടൻ്റ് മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റും. നിൽ പൊട്ടൻ്റ് മെട്രിക്സ് അവിടുത്തെ ഇൻഡെക്സ്, ഇവിടുത്തെ സ്മോളസ്റ്റ് പവർ, ഏത് സ്മോളസ്റ്റ് പവറിലാണ് 0 ആയത്? 5 ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു നിൽ പൊട്ടൻ്റ് മെട്രിക്സ് വിത്ത് ഇൻഡെക്സ് 5 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു നിൽ പൊട്ടൻ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. പവർ മെട്രിക്സസ് കഴിഞ്ഞായിരുന്നു. പവർ മെട്രിക്സസിൽ നമ്മൾ 3 ഡിസ്കസ് ചെയ്തായിരുന്നു. ഇൻവോളണ്ടറി എന്താണെന്നും നിൽ പൊട്ടൻ്റ് എന്താണെന്നും ഐഡം പൊട്ടൻ്റ് എന്താണെന്നും ഉള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗുലാർ മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സ് സിംഗുലാർ ആകണമെങ്കിൽ, ഒരു മെട്രിക്സിനെ നമ്മൾ എപ്പോഴാണ് സിംഗുലാർ എന്ന് പറയുന്നത്? ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് നമ്മൾ കണ്ടുപിടിക്കുക. അതിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ =0 ആണെങ്കിൽ അതിനെ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയും. ഇനി വരും ക്ലാസ്സുകളിൽ എങ്ങനെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം, 2/2ൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, 3/3ൻ്റെ എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ ഷോർട്ട് കട്ട് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു സിംഗുലാർ മെട്രിക്സ്, ഇത് മാത്രം ഓർത്ത് വയ്ക്കുക, ഒരു മെട്രിക്സ് സിംഗുലാർ ആകണമെങ്കിൽ എന്താണ്? അതിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ =0 ആയിരിക്കണം. ദാറ്റ് മീൻസ് ഡിറ്റർമിനൻറ്റ് ഓഫ് Aij ഷുഡ് ബി =0. അങ്ങനെയാണെങ്കിൽ ആ ഒരു മെട്രിക്സിനെ നമുക്ക് സിംഗുലാർ മെട്രിക്സ് എന്ന് പറയാം. ഡിറ്റർമിനൻ്റ് വാല്യൂ =0 ആണെങ്കിൽ അത് നോൺ സിംഗുലാർ മെട്രിക്സ് ആണ്. ഇനി അടുത്തത് ട്രേസ് ഓഫ് മെട്രിക്സ്. ട്രേസ് ഓഫ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മെട്രിക്സ് എ തന്നിട്ടുണ്ട്. ആ മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് എന്താണ്? ഡയഗണൽ എലമെൻസിൻ്റെ സമ്മിനെയാണ് ആ മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് പറയുന്നത്. സം ഓഫ് എലമെൻറ്റ്സ് ലൈയിങ് അലോങ് ദ പ്രിൻസിപ്പൽ ഡയഗണൽസിനെയാണ് നമ്മൾ എന്താണ്? ട്രേസ് ഓഫ് ദ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം ട്രേസ് ഓഫ് ദ മെട്രിക്സിനെ?
അതായത് സിഗ്മ ഐ ഈക്വൽ ടു 1 to n a i j. അപ്പോൾ ട്രേസ് എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ഡയഗണൽ എലമെന്റ്സ്. ഡയഗണൽ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഐ ഈക്വൽ ടു ജെ ആണ്. അപ്പോൾ a11 a22 a33 എക്സെട്ര അപ് ടു an എന്ന് വരും. അതാണ് ട്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ട്രേസ് എങ്ങനെ, ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ട്രേസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? അപ്പോൾ ഒരു മെട്രിക്സ് 1 2 3 4 5 6 1 2 3 ഇതൊരു മെട്രിക്സ്. ഈ ഒരു മെട്രിക്സിൻ്റെ ട്രേസ് എന്താണ്? സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ആണ് ട്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയഗണലിലുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? 1 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ 1 + 5 6, 6 + 3 എന്താണ്? 9. അപ്പോൾ ഈ ഒരു മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് എന്താണ്? 9 ആണ്. ഇനി ട്രേസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ട്രേസ് ഓഫ് ലാംഡ എ, ഇവിടെ ലാംഡ എന്ന് പറയുന്നത് സം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ട്രേസ് ഓഫ് ലാംഡ എ എന്ന് പറയുന്നത് എന്താണ്? ആ കോൺസ്റ്റന്റിന് പുറത്തെടുക്കുക. ലാംഡ ഇൻറ്റു ട്രേസ് ഓഫ് എ ആണ്. ദെൻ ട്രേസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? ട്രേസ് ഓഫ് എ പ്ലസ് ട്രേസ് ഓഫ് ബി ആണ്. ആഫ്റ്റർ ദാറ്റ് ട്രേസ് ഓഫ് എ ബി, ട്രേസ് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്താണ്? ട്രേസ് ഓഫ് എ ബി വിൽ ബി ഈക്വൽ ടു ട്രേസ് ഓഫ് ബി എ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ലീനിയർ ഓൾജിബ്രയിൽ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. മെട്രിക്സ് എന്താണ്, ടൈപ്സ് ഓഫ് മെട്രിക്സ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ സ്മാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. മുൻ വർഷങ്ങളിലെ വിജയികളെ സമ്പാദിച്ച കേരളത്തിലെ ഏറ്റവും മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 100K സ്പെഷ്യൽ ഓഫറായ 20% ഡിസ്കൗണ്ട് ഉൾപ്പെടെ വെറും 3999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.